കൂട്ടുകാരുമറ്റ് ക്ലാസ്സിനുള്ളിൽ ചെരുപ്പെറിഞ്ഞ് കളിക്കുന്നതിനിടെ ഷെഡിന് മുകളിലേക്ക് ചെരുപ്പ് വീഴുന്നു. ഇതെടുക്കാൻ ക്ലാസ്സിൽ നിന്നും വലിച്ചിട്ട ഡെസ്കിലൂടെ തടികൊണ്ടുള്ള സ്ക്രീൻ മറികടന്ന് ഭിത്തി വഴി തകർന്ന ഷെഡിന് മുകളിലേക്ക് കയറുന്നു. മഴ നനഞ്ഞ കുതിർന്ന കിടന്നിരുന്ന ഷെഡിൽ നിന്ന് ചെരുപ്പ് എടുക്കവേ തെന്നി വൈദ്യുതി ലൈനിലേക്ക് വീഴുന്നു. ഷോക്കേറ്റ വിദ്യാർത്ഥി മരിക്കുന്നു. മിഥുന്റെ മരണം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അങ്ങനെയൊരു മരണം അതൊരു അസാധാരണ അപകടം മാത്രമായി കാണാൻ പറ്റില്ല. അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വൻ അനാസ്ഥയാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത്. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിഗണിച്ചായിരിക്കണം ഒരു വൈദ്യുതി ലൈൻ പരിസരത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടത് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ലംഘനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള നിയമങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഇത്തരത്തിൽ കെട്ടിടം നിർമ്മിച്ചത് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാകുകയാണ്. കെട്ടിട നിർമ്മാണത്തിൽ ചെറിയ അനാസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചില അധികാരികളൊക്കെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ചെറുതല്ല, വലിയ അനാസ്ഥകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കെട്ടിട നിർമ്മാണത്തിന് പെർമിഷൻ കൊടുത്തവരടക്കം ഇവിടെ കുറ്റക്കാരായി മാറുകയാണ്.